ദീപാനിൽ അതായത് ഇതുവരെയും സംസ്ഥാനം ആവശ്യപ്പെട്ടത്, കാരണം സംസ്ഥാനം ഈ ഘട്ടങ്ങളിലൊക്കെ ആവശ്യപ്പെടുമ്പോൾ പല വിധത്തിലുമുള്ള കാരണങ്ങളായിരുന്നു കേന്ദ്രം നിരത്തിയിരുന്നത്. അതിന് പല വിധത്തിൽ ഔദ്യോഗികമായ മാനമില്ല, അതിന് പല വിധത്തിലുമുള്ള വിശദീകരണമില്ല, അതിന് പല വിധത്തിലുമുള്ള സങ്കോചങ്ങളുണ്ട്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. പിന്നീട് അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എസ്റ്റിമേറ്റ് നൽകുമ്പോൾ അത് ചെലവാക്കിയ തുകയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കൊപ്പം നിന്ന് ആക്ഷേപിക്കുന്നു. ഇതൊക്കെ പൊളിഞ്ഞു വീഴുകയാണ്. 5 പൈസ ഈ സംസ്ഥാനത്തിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഈ കേന്ദ്രം നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. SDRF ഫണ്ടിൽ നിന്ന് എടുത്തുപയോഗിക്കാനാകില്ല ഈ വയനാട്ടിലെ ദുരന്തത്തിന് പ്രത്യേകിച്ച് എന്നും സംസ്ഥാനം പറയുന്നത് ശരിവെക്കുകയാണ്. അതാണ് കോടതി ചോദിച്ചത്, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനാകുമോ എന്ന്. അപ്പോൾ ഇതൊക്കെ ശരിവെക്കുന്ന രാഷ്ട്രീയം എന്താണ് ദീപാനിൽ? തീർച്ചയായിട്ടും പ്രതികാര രാഷ്ട്രീയമാണ് ഇവിടെ BJP കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. പ്രതികാര രാഷ്ട്രീയമാണ്, വയനാടൻ ജനതയോട് പ്രതികാര രാഷ്ട്രീയമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് ചൂരൽമല മുണ്ടക്കൈ വയനാട് ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ട്, പ്രധാനമന്ത്രി സ്വയം അദ്ദേഹം തന്നെ വന്ന് കണ്ട് അവിടുത്തെ ദുരവസ്ഥ വിലയിരുത്തിയിട്ട് പോയതാണ്. അന്ന് റീൽസ് എടുക്കുകയും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാകില്ല, നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് അദ്ദേഹത്തിന്റെ എപ്പോഴും ഉള്ളതുപോലെയുള്ള അഭിനയവും കണ്ണീരുമൊക്കെ, മുതലക്കണ്ണീരുമൊക്കെ നമ്മൾ കണ്ടപ്പോ തീർച്ചയായിട്ടും ഇത്തരം ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന ജനതയോട് ഇങ്ങനെ ഒരു നാടകം കാണിക്കുകയാണെന്ന് നമ്മൾ ആരും തന്നെ കരുതിയിരുന്നില്ല. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് വിലയിരുത്തിയ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് അനുഭവിച്ച ആ ഒരു ദുരന്തം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സലിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൃത്യമായിട്ടുള്ള സഹായം നമുക്ക് ലഭിക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ അവിടെ വൻ ഭൂരിപക്ഷത്തില്, ചരിത്ര ഭൂരിപക്ഷത്തില് വിജയിപ്പിച്ച വയനാടൻ ജനതയോടുള്ള പ്രതികാര രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ ഈ കൈക്കൊണ്ടിരിക്കുന്ന വയനാടൻ ജനതയോട് മുഖം തിരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മരണ വീട്ടിലെ പോക്കറ്റടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് തന്നെയാണ് ഇന്ന് കോടതി ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കോടതി ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും മരണ വീട്ടിലെ പോക്കറ്റടി വേണമോ എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചത്. ഈ പറഞ്ഞതുപോലെ മൃഗങ്ങൾ പോലും വിവേചനം കാണിക്കും. ഒരു ദുരന്തത്തില് മറ്റുള്ളവരെ ഇതുപോലെ അവരുടെ സഹജീവികളെയോ അല്ലെങ്കിൽ ശത്രുവിനെ പോലും ഇങ്ങനെ ദ്രോഹിക്കില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് കേരളത്തോട് കാണിച്ചിരിക്കുന്നത്, വയനാടൻ ജനതയോട് കാണിച്ചിരിക്കുന്നത് പ്രതികാര രാഷ്ട്രീയം തന്നെയാണ്. പ്രധാനമന്ത്രി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ച ആ അനുഭവങ്ങളുടെ സാക്ഷ്യം നേരിട്ട് കണ്ട ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് കുടിശ്ശിക ഉൾപ്പെടെ, എയർലിഫ്റ്റ് ചെയ്തതിന്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള എയർഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, അല്ലെങ്കിൽ അത് കുടിശ്ശിക ഉൾപ്പെടെ തിരിച്ചടയ്ക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുന്നതിന് കോടതി പോലും ചോദ്യം ചെയ്യുമ്പോൾ ഇതാണോ കുടിശ്ശികയൊക്കെ ചോദിക്കാനുള്ള സമയം എന്ന് ചോദിക്കുമ്പോൾ എത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ് തങ്ങളോട് ചേർന്ന് നിൽക്കാത്ത, രാഷ്ട്രീയമായി തങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ജനതയോട് കാണിക്കുന്നതെന്ന് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളില് അവരോട് ദീപാനിൽ ഈ സംസ്ഥാനം ഇതുവരെ ഈ വിഷയത്തിൽ പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ കോടതിയിൽ മുറിയിൽ നടന്നത് എന്ന് കോൺഗ്രസ് വക്താവായ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെക്കുകയാണ്. അവിടെ നമുക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിന് എത്രയും, കോൺഗ്രസിന്റെ നിലപാടെന്ന് പറഞ്ഞാല് വയനാടൻ ജനതയ്ക്ക് എത്രയധികം സഹായം അവിടെ എത്തിക്കാൻ കഴിയുമോ, അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ നമ്മുടെ ആദരണീയനായ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം കർണാടക സംസ്ഥാനം ഇവിടെ വന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. ഒരു ദുരന്തത്തിന് മുന്നിൽ നമുക്ക് രാഷ്ട്രീയമില്ലല്ലോ. അവരെ ശരിയാണ്, വളരെ ശരിയായ ദിശയുള്ള രാഷ്ട്രീയമാണ് ദീപാനിൽ പങ്കുവച്ചത്. തീർച്ചയായും അത് ശ്ലാഘിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസിനുള്ളിൽ. അപ്പോൾ മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട്, ആ ധാര കൂടി ഉണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞാൻ തിരിച്ചെത്താം. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും വയനാടൻ ജനതയുടെ കൂടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. അവിടെ പ്രതിപക്ഷ നേതാവിന് മറ്റൊരു നിലപാടല്ല. ഒന്നിച്ച് കേന്ദ്രത്തെ എതിർക്കുന്നതിനോട് വിയോജിപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്നിച്ച് കേന്ദ്രത്തെ എതിർക്കുന്നതിനോട് വിയോജിപ്പ് കാണിക്കുന്നത്
കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ദുരുപയോഗം ചെയ്യുകയും ഇവിടെ നമുക്കുള്ള പൈസ പോലും നമ്മുടെ ഖജനാവിലുള്ള പൈസ പോലും ദുരുപയോഗം ചെയ്യുകയും ധൂർത്തടിക്കുകയും ചെയ്യുകയും മറ്റ് മുഖ്യമന്ത്രിയുടെയും ഇതുവരെ പറഞ്ഞതെല്ലാം പോകും. എവിടെയാണ് ധൂർത്തടിച്ചത്? ജനങ്ങളുടെ ദുരിതത്തിലേക്ക് എവിടെയാണ് ധൂർത്തടിച്ചത്? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്നത്. അതിനെതിരെ ഞങ്ങൾ ഇന്നും ശബ്ദിക്കുന്നുണ്ട്, എപ്പോഴും ഞങ്ങൾ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. എവിടെയാണ് ധൂർത്തടിച്ചതെന്ന് പറയൂ. വയനാടൻ ജനതയ്ക്കുള്ള കേന്ദ്ര സഹായം എവിടെയാണ് ധൂർത്തടിച്ചതെന്ന് പറയൂ. ഈ കേന്ദ്രം നൽകിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ധൂർത്തടിക്കുന്നത്? ഞാൻ ഈ ഫണ്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിയെ വയനാട് കേന്ദ്ര സഹായം മൊത്തത്തിൽ പറയണ്ട, നമുക്ക് ഈ കാര്യമാണല്ലോ ഫോക്കസ് വെക്കാൻ നമുക്ക് കഴിയുകയില്ല. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് കൃത്യമായ അഴിമതി നടക്കുന്നുണ്ട്, ധൂർത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് വയനാട് ദുരന്തം സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ ബി ജെ പിയുടെ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിക്കെതിരെ ഒന്നിച്ചു നിന്ന് രാജ്യത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ LDF-നും UDF-നും കോൺഗ്രസിനും ഒക്കെ ഒന്നിച്ചു നിന്നൂടെ എന്ന ചോദ്യം. തീർച്ചയായിട്ടും വയനാടിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണല്ലോ പ്രിയങ്ക ഗാന്ധി അല്ലേ അവിടുത്തെ എം പി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആദ്യത്തെ. പക്ഷെ അത് VD സതീശനിൽ എന്തേ പ്രതിഫലിച്ചില്ല? ദീപയുടെ അത്രയും വിശാലമായ ആ രാഷ്ട്രീയ വീക്ഷണം VD സതീശനിൽ എന്തേ പ്രതിഫലിച്ചില്ല എന്ന് എന്റെ ഒരു മാധ്യമ ക്യൂരിയോസിറ്റിയാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കപ്പുറത്തേക്ക് വയനാടിലെ ദുരന്തത്തെ കുറിച്ച് കേന്ദ്രത്തെ ധരിപ്പിക്കേണ്ട ബാധ്യതയും ചുമതലയും ഉള്ളത് അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള പാർലമെന്റ് അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്കാണല്ലോ. അവരത് കൃത്യമായിട്ട് അതിനു മുമ്പും അവർക്കൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു അവിടെ. അതിനു മുമ്പും അവർക്ക് അവിടെ നിന്നൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. എന്തോ അതിനു മുമ്പും, അതായത് പ്രിയങ്ക വരുന്നതിന് തൊട്ട് മുമ്പും അവിടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്തും അവർക്കൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫലത്തിൽ അങ്ങോട്ട് എറിച്ചില്ലെന്നാണ് പൊതുവെ അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി ആദ്യത്തെ 5 വർഷം അവർക്ക് കൃത്യമായിട്ട് ജനപ്രതിനിധിയുടെ സർവീസ് നഴ്സിംഗ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് രണ്ടാമതും അവർ ആ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തതും. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതാ രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ മോഡിയെ രണ്ടാമതും മൂന്നാമതും ഒക്കെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ യോഗ്യതയായി കണക്കാക്കാമോ? പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണെങ്കിൽ മോഡിയെ രണ്ടാമതും തെരഞ്ഞെടുത്തത് ദീപ, അങ്ങനെയാണെങ്കിൽ മോഡിയെ രണ്ടാമതും തെരഞ്ഞെടുത്തത് ഒരു അദ്ദേഹത്തിന്റെ യോഗ്യതയായി കാണാമോ? അദ്ദേഹത്തിന്റെ യോഗ്യതയായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. വർഗീയ ധ്രുവീകരണത്തെയും ഇലക്ഷനിൽ നടത്തുന്ന മാനിപ്പുലേഷനെയും എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിനുള്ള മഹത്വമായിട്ട് കരുതാൻ കഴിയുന്നത്? മനസ്സിലായി, താങ്കളുടെ വാദം മനസ്സിലായി. ഓക്കെ ഞാൻ കെ സോമനിലേക്ക് പോകുന്നു. എതിരായിട്ടും പ്രചരണങ്ങൾ നടത്തിയിട്ടും അതും കൈക്കൊള്ളാതെ ജനങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയോടുള്ള വിശ്വാസം കൂടി കൊണ്ട് തന്നെയാണ്. തീർച്ചയായും ശരി.